ആദ്യം നിങ്ങൾ കേൾക്കണം, കാണണം. അതിനുശേഷം ഞാൻ മറുപടി തരാം. അടുത്ത കലാപരിപാടിയുമായിട്ട് കോണകസ്വാമി ദേവ് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇത്രയും പാല് ഈ വെള്ളത്തിൽ കലക്കി കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഏതെങ്കിലും കുറച്ച് പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഈ വെള്ളത്തിൽ കലക്കി കളയുന്ന പാൽ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി അവർ ദൈവത്തോട്. കേട്ടില്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ? സ്വാഭാവികമായിട്ടും ആ പറയുന്ന പെൺകുട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇന്ത്യ എന്നുള്ള മഹാരാജ്യം പട്ടിണിയിൽ നിന്ന് അങ്ങനെ ഉയർത്തെഴുന്നിട്ടൊന്നുമില്ല. പലപ്പോഴും നമ്മൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ഈ നദീജലത്തിലേക്ക് നമ്മൾ കളയുന്ന എന്ത് വേസ്റ്റും ആ ജലത്തെ നശിപ്പിക്കും. അത് കുടിവെള്ളമല്ലാതെ ആയി തീരുമെന്നതാണ്. ഗംഗാ നദിയുടെയൊക്കെ അവസ്ഥ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. കുടിക്കാൻ പറ്റില്ല. അതിൽ ഈക്കോളി ബാക്ടീരിയ കൂടുതലാണ്. അതിർത്ത് ദേഹത്ത് പോലും ഒഴിക്കരുത്, അതിൽ മുങ്ങരുതെന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്തോ ഒരു ആരതി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് ഈ നദിയോട് ചേർന്ന് വേറൊരു നദി കൃത്രിമമായി ഉണ്ടാക്കി അതിലേക്ക് ശുദ്ധവെള്ളം ഒഴിച്ച് അദ്ദേഹത്തിന് മുങ്ങാൻ വേണ്ടിയിട്ട് ശുദ്ധവെള്ളമൊക്കെ ഒഴിച്ചു. പിന്നീട് അത് പത്രത്തിലൊക്കെ വന്നോട് കൂടിയിട്ട് സംഗതി അങ്ങോട്ട് പാളിപ്പോയി, സംഗതി ഒഴിവാക്കി. എന്തായാലും ഇതൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു പെൺകുട്ടി ഇടുന്നത്. നിർഭാഗ്യവശാൽ ആ പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ ആയിപ്പോയി. പിന്നെ ഇവിടെ തെറിവിളികളാണ്. കേട്ടോ, ഇവളുടെ പേരാണ് മഞ്ജു ആന്റണി. ഫേസ്ബുക്കിലാണ് ഈ ഉണ്ടാക്കല് ഇട്ടിരിക്കുന്നത്. കുംഭമേളയുമായി ഈ മഞ്ജു ആന്റണി എന്ന് പറഞ്ഞ ഇവക്ക് എന്താണ് ബന്ധം? ഒന്ന്, ഇനി കുംഭമേളയിലെ സ്വാമി പാല് പുഴയിൽ ഒതുക്കുന്നു, അത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്നാണ് ഈ മഞ്ജു ആന്റണി ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഈ പുറത്തു കളയുന്ന പാല് മൊത്തവും മഞ്ജു ആന്റണിക്ക് വേണമെങ്കിൽ ഒരു കുടവും കൊണ്ട് അങ്ങോട്ട് പോവുക. നേരം വെളുക്കം ഇറങ്ങിയാൽ മതി, ഇരുട്ടമ്പം ഒരു കുടം പാല് കിട്ടും. ഇനി സ്വാമിയുടെ പാല് വേണമെങ്കിൽ അങ്ങോട്ട് പോവുക, സ്വാമി നിങ്ങൾക്ക് തരും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? ഇയാൾ പറയുന്നത് എത്രത്തോളം നെഗറ്റീവ് അർത്ഥത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. സ്വാമിയുടെ പാല് വേണമെങ്കിൽ, സ്വാമി കുടത്തിൽ കൊണ്ടുവന്ന പശുമ്പാൽ എന്നല്ല അയാൾ പറയുന്നത്, സ്വാമിയുടെ പാല് വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വൃത്തികേടാണ്, നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസിയാണ് എന്ന് അഹങ്കരിക്കുന്ന, അഭിമാനിക്കുന്ന ഈ ഒരു മാമൻ യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്, സന്യാസിമാരെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. ആ സ്വാമിയുടെ പാല് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണല്ലോ. അത് വേണമെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറയുന്നത് എന്തൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ്. ഇങ്ങനൊക്കെ സന്യാസിമാരെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ഇടുക, എന്നിട്ട് ഞാൻ വലിയ ഹിന്ദുവാണ് എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുക. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചേർന്ന് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ പെൺകുട്ടി എന്താ പറഞ്ഞേ? കോണകസ്വാമി എന്ന് പറഞ്ഞു. സത്യമല്ലേ? കോണ കൊടുത്തിട്ട് ആ ഇവിടുത്തെ രോമരാജികളൊക്കെ പുറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു കോണ കൊടുത്തിട്ട് ഈ ഒരു 2026 കാലഘട്ടത്തിൽ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ? പണ്ടൊരു കാലഘട്ടത്തിൽ അങ്ങനെ നടന്നിരുന്നു പല ആളുകളും. അന്ന് വസ്ത്രമില്ലെന്നേ, ഉടുക്കാൻ നേരം പോലും വസ്ത്രമില്ല. സന്യാസിമാർ എന്ന് പറയുന്ന ആളുകൾക്ക് 5 പൈസ ഇല്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉടുത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. അന്ന് വലിയ വലിയ പണക്കാരുടെ കയ്യിൽ മാത്രമാണ് ഒരു മുണ്ട് ഉടുക്കാൻ മാത്രം സാധിക്കുള്ളൂ, പൈസ ഉണ്ടാവുള്ളൂ. അതൊരു മുണ്ടേ ഉടുക്കുള്ളൂ. മേൽമുണ്ടൊക്കെ അഹങ്കാരമാണ്. രാജാക്കന്മാർക്കായിരുന്നു ഒരു മേൽമുണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രവും 19-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊക്കെ കൃത്യമായിട്ട് അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. എന്തായാലും ഈ മാമൻ പറയുന്നത് വേറെന്തൊക്കെ വിശ്വാസത്തിന്റെ പുറത്ത് ആ പുഴയിൽ ഒഴുക്കുന്ന പാല് തന്റെ കുടുംബത്തിൽ നിന്നോ തന്റെ സ്ത്രീധന തുക എടുത്തോ തന്റെ അച്ഛൻ ആന്റണി എന്ന് പറയുന്ന അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെയോ കുടുംബ സ്വത്തും എടുത്തിട്ടല്ല മഞ്ജു ആന്റണി. ആ കുംഭമേള അവിടെ നടക്കുന്നത് നിന്റെ അമ്മയുടെ നെഞ്ചത്തുമല്ല. ആ കുംഭമേള നടക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം നടക്കുന്നതാണ് കുംഭമേള. അതിൽ പാലൊഴിക്കും, പലതും ഒഴിക്കും. നിനക്ക് വേണമെങ്കിൽ നീ നേരം വെളുത്ത് അവിടെ ചെന്ന് നിന്നുകൂട്, നിന്റെ പുറത്തു ഒഴിക്കും ആ പാല്. എങ്ങനെയുണ്ട്? ഹിന്ദു വിശ്വാസ പ്രകാരം ഇയാളത്തിൽ എഴുതിയിരിക്കുന്ന തന്നെ കുംഭമേളയിലെ കോണകസ്വാമി വന്നിട്ടുണ്ട്, പാലൊഴിച്ച് കളയാൻ. മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയെ അപമാനിച്ചുകൊണ്ട് മഞ്ജു ആന്റണി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൊരു വീഡിയോ എന്നാണ്. തെറ്റാണ്. മലപ്പുറത്ത് നടക്കുന്നത് കുംഭമേളയല്ല, അത് മാഘമഹോത്സവമാണ്. കുംഭമേള വേറെ സംഭവമാണ്.
ഇനി അതറിയില്ലെങ്കിൽ ചേട്ടൻ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കുംഭമേള എന്ന്, ഒരു പക്ഷേ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് കുംഭമേള എന്നും എന്താണ് മാഘ മഹോത്സവം എന്നും ഒക്കെ കൃത്യമായിട്ടും എന്താണ് ഇനിയിപ്പോൾ മാമാങ്കം എന്നടക്കം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി അറിവുണ്ടാക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു കോണകസ്വാമി എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ 100% ശരിയാണ്. അവരെത്തിയിട്ടില്ല, ഇങ്ങനെ പാലൊഴിച്ച് കളഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കാണിച്ചിരുന്ന വീഡിയോ ഇവിടത്തല്ല, ഇത് ഉത്തരേന്ത്യയിൽ ഗംഗാ നദിയിൽ പാലൊഴിച്ച് കളയുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനത്തെ കുറേ വീഡിയോസിൽ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ കഴിയും. പാല് മാത്രമല്ല, ആ നാട്ടിലത്തെ എല്ലാ വേസ്റ്റും ആ ഗംഗാ നദിയിലേക്ക് പോകണം. ഇവന് മനുഷ്യ ശരീരങ്ങളടക്കം ഗംഗാ നദിയിൽ ചത്തരച്ചിങ്ങനെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എടുത്ത് പറയാം, ഇനി ഒഴിക്കുന്ന പാല് മൊത്തവും മഞ്ജുവിന്റെ നെഞ്ചത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ കളയരുത്. കാണാൻ ചായ ഇട്ട് കുടിക്കാമല്ലോ മഞ്ജുവിന്. ആ വിശ്വാസങ്ങളിൽ താൻ നോക്കണ്ട. ഇനി കോണ കൊടുത്തിട്ട് അതേ സമയത്ത് അത് ഫോക്കസ് ചെയ്യണമെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആര് കോണ കൊടുക്കുന്നു, ആര് കോണവും ഇല്ലാതെ പോകുന്നു എന്നൊക്കെ ഫോളോ ചെയ്ത് നടന്നോ. നിനക്ക് വേറെ ജോലിയില്ലല്ലോ. സ്വാമി ഒഴിക്കുന്ന പാലിനെ പുറത്തു കളയാതൊരു കപ്പും കൊണ്ട് നടന്നു, ആ പാൽ അത്രയും നിനക്ക് കിട്ടും. വേസ്റ്റ് ആവുകയില്ല. നേരം വെളുത്തൊരു കപ്പും കൊണ്ടിറങ്ങിക്കോ. ഏതൊക്കെ സ്ഥലത്ത് പാല് പാഴാക്കി കളയുന്നു അവിടെ അത്രയും ഒരു കപ്പും കൊണ്ടുപോകും. മഞ്ജു ആന്റണിക്ക് ഒരു വൈകുന്നേരം ആകുമ്പം നേരത്തെ പറഞ്ഞ 1 കുടം പാല് കിട്ടും. കൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടിട്ട് നിന്റെ ആവശ്യത്തിന് കുടിച്ചോ. അങ്ങനെയെങ്കിലും നിന്റെ ഈ കുത്തിക്കിടപ്പ് മാറുമല്ലോ. ഹിന്ദുക്കളെ ഇവിടെ പറയുന്നത് ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ്. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്ന എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മഞ്ജു ആന്റണി പറഞ്ഞതിൽ 100% സത്യമുണ്ടോ? 100% സത്യമുണ്ടോ? ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കിട്ടാതെ നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കൾപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്ക് മഞ്ജു ആന്റണി പറഞ്ഞത് ഒരു തെറ്റായിട്ട് തോന്നില്ല. ഒരു യാഥാർത്ഥ്യമാണല്ലോ, അതിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ടല്ലോ എന്നാണ് തോന്നിയത്. അങ്ങനെയല്ല നമുക്ക് തോന്നേണ്ടത്, അല്ലേ? അല്ലേ എൻ്റെ മാമ? അങ്ങനെയാണ് തോന്നേണ്ടത്. അങ്ങനെ തോന്നാൻ പാടുകയുള്ളൂ. അതല്ലാതെ ആ സമയം തന്നെ അപ്പോഴത്തേനും അവരെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടികളൊക്കെ വളരെ മോശമാണ്, ബോഷ്കാണ്, ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് എഴുതിക്കുക.